വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. LSS പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ എത്ര തവണ 3 വരും? ഇതാണ് ചോദ്യം. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ 3ൻ്റേത് ചോദിക്കാം, ബാക്കിയുള്ള പല നമ്പറുകളും ചോദിക്കാം. എല്ലാത്തിനും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം 3, 13, 23. പിന്നെയോ 30 മുതൽ 39 വരെയുള്ള എല്ലാ നമ്പറുകളിലും 3 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇത് വരും 43, 53, 63, 73 അങ്ങനെ പോകും. പക്ഷേ ഇതിൽ 30 മുതൽ 39 വരെയുള്ളതിൽ 33 എന്നുള്ളതിൽ ഒരെണ്ണം കൂടി കൂടുതൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 3, 13, 23 ഇതിലെല്ലാത്തിലും ഓരോന്ന് വീതമായിട്ടാണ് വരുന്നത്. അതേപോലെ 43, 53, 63, 73, 83, 93 എല്ലാത്തിലും ഓരോ 3 വീതമുണ്ട്. എന്ന് പറഞ്ഞാൽ 9 3കൾ വീതമുണ്ട്. ഇനി 30 മുതൽ 39 വരെയുള്ളത് നോക്കുകയാണെങ്കിൽ 30 to 39 10 വീതം വരും. 10 അതിനോട് കൂടെ തന്നെ 33 എന്നുള്ളതിൽ ഒരെണ്ണം കൂടി കൂടുതലായിട്ട് വരും. അത് 11 ആകും. അപ്പോൾ 10നും 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20 എന്ന ആൻസർ കിട്ടും. ഇനി ഫോർ എക്സാമ്പിളായിട്ട് 5 എന്ന നമ്പർ എടുക്കാം. 5 എന്ന നമ്പറിനകത്ത് 5 എന്ന നമ്പർ 1 മുതൽ 100 വരെ എത്ര എണ്ണം വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ 5, അത് കഴിഞ്ഞ് 15, 25, 35, 45, 55 ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ 50 മുതൽ 59 വരെ നമുക്ക് 10 കിട്ടും. അതോടൊപ്പം തന്നെ 55 എന്നുള്ളതിൽ ഒരെണ്ണം കൂടി ഉള്ളത് കൊണ്ട് 11 എന്ന് കിട്ടും. പിന്നെ 65, 75, 85, 95 അങ്ങനെ എല്ലാം കൂടി ചേർന്നാൽ 9 പ്ലസ് 11 കൂട്ടിക്കഴിഞ്ഞാൽ 20 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് എല്ലാ നമ്പറുകളുടെയും 1 മുതൽ 100 വരെ എഴുതുമ്പോൾ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് 9ഉം 11ഉം കൂട്ടി 20. അടുത്ത ക്വസ്റ്റ്യനാണ് 9നെ 1001 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 9നെ 1001 കൊണ്ട് ഗുണിച്ചാൽ നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്നാലും 1001, 10001 അല്ലെങ്കിൽ അങ്ങനെ വരുന്ന നമ്പറുകൾ നമുക്ക് ആദ്യം എഴുതാൻ പഠിക്കണം. 1001 എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത്? 1001 എന്നുള്ളത് 1000 എങ്ങനെയാണ് എഴുതുന്നത്? 1ൻ്റെ കൂടെ 3 0 ഇട്ടിട്ടാണ്. അപ്പോൾ 1001 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ 0ൻ്റെ സ്ഥാനത്ത് 1 ഒരിക്കലും 0 കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യരുത്. ഓക്കെ. അപ്പോൾ 1001നോട് 9 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 × 1 9 കിട്ടും. പിന്നെ 2 0 കിട്ടുന്നത്, വീണ്ടും 9 കിട്ടും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9009 അല്ലെങ്കിൽ 9009. ഓക്കെ, അത്രയാണ് ആൻസർ വരുന്നത്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ വന്നാലോ 10001നോട്. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് 10000 എങ്ങനെയാണ് എഴുതുക നോക്കുക. തെറ്റാണ്ടിരിക്കാനാണ് പറയുന്നത് കേട്ടോ. ചെറിയ അശ്രദ്ധ മതി തെറ്റിപ്പോവാൻ. 10001നോട് 4 ചെയ്യാൻ പറഞ്ഞതെങ്കിലോ ഒരു 4 വരും. പിന്നെ 3 പൂജ്യങ്ങൾ വരും. പൂജ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഗുണനം ചെയ്യുമ്പോൾ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ സംഖ്യയുടെ ഇരട്ടിയാണ് മറ്റൊരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയത്. സംഖ്യ ഏത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 എന്ന നമ്പറിനെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് നോക്കാം. അതിന് മുൻപ് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ്? 8നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്? 32 അതിൻ്റെ ഇരട്ടിയാണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുന്നു നമ്മൾ. അപ്പോൾ 64 കിട്ടി. കിട്ടിയ 64 എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയത്. 4 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയതാണ് ആ സംഖ്യ. എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിനെയാണെന്ന് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? 64നെ 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 64നകത്ത് എത്ര 4 വരുന്നുണ്ട് എന്ന് നോക്കുക. 6നകത്ത് 4 ഒരെണ്ണം, പിന്നെയോ 24 വരും. അങ്ങനെ 16 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ 16നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 64 കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3ൻ്റെ ഗുണിതം ഏത്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 3251, 3251, 3612, 3413, 1325.
അപ്പോൾ നമ്മൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനപ്പട്ടിക അല്ലെങ്കിൽ ഗുണനം 3ൻ്റെ ഗുണനമാണ് എന്ന് കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ 3251 കൂട്ടിയാൽ 11. അതെന്താണ്? 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലാത്തത് കാരണം കൊണ്ട് തന്നെ നമുക്കത് അല്ല, അത് 3ൻ്റെ ഒരു ഗുണനമല്ല എന്ന് മനസ്സിലാക്കാം. അടുത്ത നമ്പർ 3612. അത് കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടുന്നത്. അത് 12 3ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്, അപ്പോൾ അത് ശരിയാണ്. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് 3413. 3413 എല്ലാം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാലും 11. 11 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 1325. 1325 എന്ന് പറയുമ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാലും 11 കിട്ടുന്നത്. അത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലോട്ടറി ടിക്കറ്റ് ബുക്കിൽ 100 ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. 16826 എന്നതാണ് ടിക്കറ്റിൻ്റെ ആദ്യ നമ്പർ. ഈ ബുക്കിലെ 64ാമത്തെ ടിക്കറ്റിന് സമ്മാനം ലഭിച്ചു. അപ്പോൾ സമ്മാനം ലഭിച്ച നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് 90, 89, 91, 81 ഇത്രയുമാണ് വരുന്നത്. അതായത് 16890 അങ്ങനെ. അപ്പോൾ 26 ലാസ്റ്റ് 26 16826 നമ്മൾ 64 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 64ാമത്തേത് കിട്ടുമോ? അല്ല, പ്ലസ് ചെയ്തതിനോട് കൂടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അല്ലേ? പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16890 എന്ന് കിട്ടും. ഇതിൽ നിന്നും ഒരെണ്ണം മൈനസ് ചെയ്യണം, അപ്പോഴാണ് 64ാമത്തേത് കിട്ടുകയുള്ളൂ. ഓക്കെ, 90 നമുക്ക് ലാസ്റ്റ് കിട്ടുക. അപ്പോൾ 16889 എന്നുള്ളതായിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും 1 മൈനസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1, 0 ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്? 1ഉം 0ഉമാണ് ഉപയോഗിക്കേണ്ടത്. 1ഉം 0ഉം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ തന്നിരിക്കുന്നവയിലെല്ലാത്തിലും ഓപ്ഷൻസിൽ 1ഉം 0ഉമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും വലിയ സംഖ്യ എഴുതണം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1, 0ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 1 എന്ന് എഴുതിയിട്ട് മാക്സിമം 1, 1, 1 ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ 1, 1, 1 എന്നുള്ളത്, ഇനി 3 അക്ക സംഖ്യ ചോദിച്ചാൽ 1, 1, 0 ആയിരിക്കും. 4 അക്ക സംഖ്യ ആണെങ്കിൽ 1, 1, 1, 0. ഓക്കെ, 1110 അങ്ങനെ. ഇനിയിപ്പോൾ 5, 4, 2 സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞാൽ 3 അക്ക സംഖ്യയാണെങ്കിൽ നമുക്ക് 5, 4, 2 എഴുതാം. 4 അക്ക സംഖ്യയാണെങ്കിൽ 5, 5, 4, 2. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ വലിയ സംഖ്യകൾ ആദ്യം എഴുതുക. ഓക്കെ, അവസാനത്തേക്ക് താഴോട്ട് ചെറിയ സംഖ്യകൾ വരുന്ന രീതിയിൽ എഴുതി പോവുക. ഓക്കെ, ഇപ്പോൾ 3 അക്ക സംഖ്യ ഞാൻ എഴുതിയിട്ടുണ്ട്. 5, പിന്നെ ചെറിയത് 4, പിന്നെ 2 അങ്ങനെ. 4 അക്ക ആണെങ്കിൽ 2 5 വരും, പിന്നെ 4 വരും, പിന്നെ 2.